Please look at these two words here. It's രണ്ട് രൂപത്തിലാണ് എഴുതിയിട്ടുള്ളത് അല്ലേ? ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് അറിയോ? അത് നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ? ഇറ്റ്സ് ഇതിന്റെ മീനിങ് അതിന്റെ അല്ലെങ്കിൽ ഇതിന്റെ എന്നൊക്കെയാണ് കേട്ടോ. കമ്പനി അതിന്റെ പുതിയ പോളിസീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ഹൗ ഡു വി സേ ദിസ്? ലെറ്റ്സ് ചെക്ക്. The company is going to introduce its new policies. അപ്പോൾ ഈ പ്രദേശത്തിന് അതിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടിട്ടുണ്ട്. This place has lost its importance. ഇനി ഇതൊന്ന് ചെക്ക് ചെയ്യാം. ഇറ്റ്സ് ഇത് രണ്ട് മീനിങ് ആവാം ഇതിന്. ഒന്നുകിൽ ഇറ്റ് ഈസ്. എക്സാമ്പിൾ, ഇത് വളരെ സുന്ദരമായ ഒരു ദിവസമാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ. അപ്പം ഇത് എങ്ങനെയാണ് പറയുക? 2 ദിവസമായിട്ട് ഇവിടെ നന്നായിട്ട് മഴ പെയ്യാണ്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഹെവിലി ഹിയർ ഫോർ 2 days. ഇതിങ്ങനെ പറയാം, ഇറ്റ്സ് ബീൻ റെയിനിങ് വെരി ഹെവിലി ഹിയർ ഫോർ 2 days. അപ്പം ഇതിങ്ങനെ എഴുതുമ്പം ഇറ്റ്സ് എന്ന് എഴുതുമ്പോൾ ഇത് 2 രൂപത്തിൽ വരാട്ടോ. ഒന്നുകിൽ ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഡേ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ. അല്ലെങ്കിൽ ഇറ്റ് ഹാസ് ബീൻ റെയിനിങ്, ഇറ്റ്സ് ബീൻ റെയിനിങ് വെരി ഹെവിലി ഹിയർ ഫോർ 2 days. ഇനി നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വേണ്ടേ? അതിതാണ്. ഞാനിവിടെ ഒരു മലയാള സെന്റൻസ് പറയും, നിങ്ങൾ അതിൻ്റെ കറക്റ്റ് ഇംഗ്ലീഷാണ് എഴുതേണ്ടത് കേട്ടോ. ഞാൻ ഓപ്ഷനും തരുന്നുണ്ട്. ഇതിൻ്റെ മീനിങ് എന്താണ്? നോക്കൂ, ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. ഓപ്ഷൻ നോക്കുക, നിങ്ങളുടെ ആൻസർ കമൻറ്റ് ചെയ്യുക.